കുറച്ച് കടുക് പരിപ്പ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ ഉള്ളപ്പോൾ കണ്ണിമാങ്ങ വീണത് പെറുക്കി ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പിലിട്ട്. അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ കടുമാങ്ങച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെടുത്തത് കേടൊന്നും വന്നിട്ടില്ല, നല്ല ഉപ്പിലിട്ട് വെച്ചേക്ക് വരുന്നു. കുറച്ച് എണ്ണ ഒഴിച്ചു, കുറച്ച് കടുക് ഇട്ടു. കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ കടുക് പരിപ്പ് പൊടിച്ച് വെച്ചതുണ്ടായിരുന്നു, അതിട്ടു. അതിട്ടതിന് ശേഷം വേറെ ഒന്നും ചേർക്കാറില്ല. നല്ല മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി ഇടുക. മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുക, അത് മാത്രം മതി. പിന്നെ ഇതിൻ്റെ ഉപ്പിലിട്ട വെള്ളം ഉണ്ടല്ലോ, അത് അരിച്ചെടുക്കണം. ആ വെള്ളവും അരിച്ചെടുത്തിട്ട് ആ മാങ്ങയും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞ് ശരിക്ക് ഞാൻ തിളച്ച വെള്ളത്തിലാണ് മാങ്ങ കഴുകി ഉപ്പിലിട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇനി തിളപ്പിക്കണമെന്നില്ല അത്. അപ്പോൾ അതാ ഉപ്പിലിട്ട മാങ്ങയാണ്, അതിട്ട് ഇളക്കി നല്ല അടിപൊളി കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് എന്തെങ്കിലും അച്ചാറൊക്കെ വേണമെന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുക. ഞാനിങ്ങനെയാണ് ചെയ്യാറ്, എപ്പോഴും കളയാറില്ല. വീട്ടിലിഷ്ടം പോലെ മാങ്ങ വീഴും, കണ്ണിമാങ്ങ. അപ്പോൾ അതൊക്കെ ഇനിയുണ്ട്, ഒരു 3-4 കുപ്പിയുണ്ട്. ഇനി കുട്ടികളുടെ അടുത്ത് പോകുമ്പോൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ്, ലൈക്ക്. ഇതുപോലെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം നമുക്ക് കേട്ടോ കടുമാങ്ങ. വീട്ടിൽ മാങ്ങ നമ്മൾ ഉപ്പിലിട്ട് വയ്ക്കണം എന്നേ ഉള്ളൂ. കണ്ണിമാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ എടുത്ത് വയ്ക്കുക. ഞാൻ എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ്, ലൈക്കൊക്കെ തരണം. ഒരു 5 മിനിറ്റിനുള്ളിൽ കടുമാങ്ങ റെഡി. എനിക്കിഷ്ടമാണ് കടുമാങ്ങ. അപ്പോൾ നമ്മൾ കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.